ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട് ഈ അന്താരാഷ്ട്ര സാഹചര്യങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി. ഡോക്ടർ മോഹൻ വർഗീസ്, രാത്രി തന്നെ തിരിച്ചടി നടത്തുകയാണ് ഇറാൻ. ആ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നതിന് ഇടയിൽ തന്നെ ഒരു റൗണ്ട് കൂടി 13 ഇടങ്ങളിൽ വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. അങ്ങനെ അടിയും തിരിച്ചടിയും നേർക്കുനേർ ആക്രമണത്തിലേക്ക്, യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണോ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ? അങ്ങനെ വേണം കരുതാൻ. അടിയും തിരിച്ചടിയുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധതന്ത്രം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇറാനും ഇസ്രയേലും നേരിട്ട് രംഗത്ത് വരികയാണ്. ബലാബലം നോക്കുമ്പോൾ ഏതാണ്ട് ലോകത്തെ 15ാമത്തെ സൈനിക ശക്തിയാണ് ഇസ്രയേൽ, ലോകത്തെ 16ാമത്തെ സൈനിക ശക്തിയാണ് ഇറാഖ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് സമാസമം നിൽക്കുന്ന സൈനിക ശക്തികൾ. അവിടെ ഒരു ഏറിയൽ സൂപ്പർമസി സാങ്കേതിക തികവിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാമെങ്കിലും കരയിലെ ആധിപത്യം ഒരുപക്ഷെ ഇറാനായിരിക്കണം. കാരണം കരസേന അംഗങ്ങളുടെ എണ്ണം, സൈനിക വാഹനങ്ങളുടെ എണ്ണം എല്ലാം. പക്ഷെ എയർഫോഴ്സിന്റെ ഉൾപ്പെടെ പ്രഹരശേഷിയിൽ ഇസ്രയേൽ, അത് മാത്രമല്ല ആധുനിക വെപ്പൺസിന്റെ ഒക്കെ സഹായത്തോടുകൂടി ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ഒരു രാജ്യമെന്ന നിലയിൽ ഇസ്രയേലിന് ഒരു ലേശം മുൻതൂക്കമുണ്ടെന്ന് കരുതാം. പക്ഷെ ഇവിടുത്തെ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ആക്രമണ പരമ്പര ഈ അന്തമില്ലാതെ നീളുന്ന ഒന്നാണോ? ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നത് ഒരു തുടക്കം മാത്രമാണ്. അതിന്റെ ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും ഇത് തുടരുന്ന പദ്ധതിയാണ്. പഹൽഗാമിലെ ആക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതുപോലെയുള്ള കാര്യമാണ്. ഒരിക്കൽ തുടങ്ങുകയും അത് ആ രാജ്യം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം നിർത്തുകയും ചെയ്യുന്ന ഒരു ആക്രമണ പരമ്പരയാണ്, ഒരു വേവാണ് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വീണ്ടും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് കണ്ടു. 2 റൗണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ തിരിച്ചടിയുമുണ്ടായി. ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഒരു എസ്കലേഷൻ മോഡ് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വരുമോ? അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കാം? അവർ ഏതെങ്കിലും കാരണവശാൽ ഇറാനെ സഹായിക്കുന്ന നിലപാടെടുക്കുമോ? എന്റെ ഉത്തരം അങ്ങനെയുള്ള സാധ്യത വളരെ കുറവാണ്. മുൻകാലങ്ങളിലും ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വളരെ അസുഖകരമായ രീതിയിലായിരുന്നു. പലപ്പോഴും ഇറാന്റെ പ്രോക്സികൾ പലപ്പോഴും സൗദി അറേബ്യക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ഹൂതികൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ബന്ധം ഇസ്രയേലിനെതിരെ ഒരു യോജിച്ച മുന്നണി, അറബി ഇസ്ലാമിക ലോകം ഒരു യോജിച്ച മുന്നേറ്റം നടത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ വന്നാൽ ഇറാൻ നേരിട്ട് ഇസ്രയേലുമായി ഏറ്റുമുട്ടുക എന്നത് മാത്രമാണ് പ്രതിവിധി. ഇവിടെ ഇനി ഉയരുന്ന ചോദ്യം, അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്നതാണ്. ഇപ്പൊ അമേരിക്കയുടെ ശാസനകളെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്നാണല്ലോ പുറത്തു വരുന്ന വിവരം. അത് പൂർണ്ണമായി ശരിയാകണമെന്നില്ല. കാരണം അമേരിക്കയുടെ മൗന സമ്മതവും അനുഗ്രഹാശിസുകളും ഉറപ്പായി ഇല്ല എങ്കിൽ ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരില്ല എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷെ ഓപ്പണായി ഇപ്പോൾ ആണവ ചർച്ചകൾ വഴിമുട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അത് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ഇസ്രയേലിനെ അമേരിക്ക തുടർന്നും സഹായിക്കുന്നു എന്ന പ്രതീതി ജനിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അമേരിക്ക തൽക്കാലം അകന്നു നിൽക്കുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കൂടുതൽ രൂക്ഷമാവുകയും ഏതെങ്കിലും കാരണവശാൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്താൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ സഹായത്തിനായി രംഗത്ത് വരേണ്ടി വരും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ ഫർദർ എസ്കലേഷൻ മോഡിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം പക്ഷെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നയമനുസരിച്ച് ഒരു ഡി എസ്കലേഷൻ എന്നത് അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. ഒരു രീതിയിലും ഒരു റീജിയണൽ കോൺഫ്ലിക്ട് എസ്കലേറ്റ് ചെയ്യുന്നതിനോട് മുൻകാലങ്ങളിലേതുപോലെ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല. ഡീലുകളിലൂടെ രാജ്യങ്ങളിൽ അമേരിക്കയുടെ താല്പര്യം ഈ ബൈലാറ്ററൽ ഉഭയകക്ഷി ഡീലുകളിലൂടെ സാധിച്ചെടുക്കാം എന്ന ട്രംപിന്റെ ഒരു നയം, ആ നയം ഒരു പരിധിവരെ പാളിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇറാനെ നിലയ്ക്ക് നിർത്താം, ഡീലിലൂടെ ഇറാൻ ആണവ കരാർ സാധ്യമാക്കാം, അങ്ങനെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവയ്പ്പിക്കാം എന്നത് കേവലം വ്യാമോഹമായി മാറിയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിഗമനങ്ങളാണ് ഇറാൻ ഉണ്ടായിരുന്നത്. ഇറാന്റെ സെക്യൂരിറ്റി പെർസെപ്ഷൻസിൽ ഇസ്രയേലും അമേരിക്കയും എല്ലാം തന്നെ വലിയ ഒരു ഘടകങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇറാന് ആണവ സമ്പുഷ്ടീകരണം തുടർന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അത് അവരുടെ സെക്യൂരിറ്റി പാരഡൈം അങ്ങനെയാണ്. അതേസമയം ആണവായുധങ്ങൾ നിർമ്മിക്കും എന്ന് ഉറപ്പിച്ച് ഇറാൻ പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ രഹസ്യമായി ഏതാനും ആണവായുധങ്ങൾ, 10-15 ആണവായുധങ്ങൾ, ക്രൂഡ് ടൈപ്പ് ആണവായുധങ്ങൾ
ഇറാന്റെ കൈവശം ഉണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും കടന്നു വരുന്നു. അതിന് സ്ഥിരീകരണമില്ല എന്നത് വ്യക്തമാണ്. പക്ഷെ ആണവായുധങ്ങൾ കൈവശമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിനുള്ള ഡെലിവറി സിസ്റ്റം ഉണ്ടാകണം. അതിലൊന്ന് മിസൈലുകളാണ്, മറ്റൊന്ന് എയർക്രാഫ്റ്റുകളാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇറാൻ വളരെ പിന്നോക്കമാണ്. മിസൈലുകളുടെ കൃത്യതയുടെ കാര്യമാണെങ്കിലും എയർക്രാഫ്റ്റുകളുടെ ഗുണമേന്മയുടെ കാര്യത്തിലും ഇസ്രയേലിനേക്കാൾ ബഹുഘാതം പിന്നിലാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ആണവായുധങ്ങൾ ഇനി ഏതെങ്കിലും കാരണവശാൽ ആണവായുധങ്ങൾ സ്വാംശീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അത് ഡെലിവർ ചെയ്യാനോ അത് ഡെറ്റനേറ്റ് ചെയ്യാനോ ഉള്ള സംവിധാനം ഒരുപക്ഷെ ഇറാൻ ഉണ്ടാവില്ല എന്ന ഒരു ഗ്യാപ്പ് മുതലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെയൊരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇതിനെ ഈ മിലിറ്ററി ടേംസിൽ നമ്മൾ വിളിക്കുന്നത് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്നാണ്. ഇറാൻ ആണവായുധ സാങ്കേതിക വിദ്യ കൈവരിച്ചതിന് ശേഷം ഏതാനും ബോംബുകൾ കൈവശപ്പെടുത്തി ഡെലിവറി മെക്കാനിസം കൈവശപ്പെടുത്തിയതിനു ശേഷം ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ പിന്നെ ഇസ്രയേൽ ബാക്കി ഉണ്ടാവില്ല. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനത്തോടായി പറയുകയാണ്. തീർച്ചയായും ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തയ്യാറെടുത്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് അപ്പുറത്തേക്ക് അത് വിനാശകരമായ നിലയിലേക്ക് പോകരുതേ എന്ന ഒരു അഭ്യർത്ഥന എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നു. ഇന്ത്യ അടക്കം ഇരു കൂട്ടരോടും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഡോക്ടർ മോഹൻ വർഗീസ് തുടരുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഏറ്റവും ഒടുവിൽ വരുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ്. ഞങ്ങളുടെ തിരിച്ചടി, ഞങ്ങളുടെ പ്രതികാരം അങ്ങേയറ്റം വേദനാജനകമായിരിക്കും എന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേലിന്. ആ നിലയിലുള്ള തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണങ്ങളായി ടെൽ അവീവിലേക്കും മധ്യ ഇസ്രായേലിലേക്കും ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളുമാണ് വരുന്നത്.